നമസ്കാരം. ജ്യോതിർ ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചന്ദ്രൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള സ്വാധീനമാണ് ചെലുത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ജ്യോതിഷത്തെ കൂടുതലായിട്ട് അടുത്തറിയുവാൻ ശ്രമിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പറയുന്നത് ചന്ദ്രൻ്റെ പൊതുവായ കാര്യം മാത്രമാണ്. ആരുടെയും വ്യക്തിപരമായിട്ടുള്ള ഹൊറോസ്കോപ്പ് അനാലിസിംഗ് അല്ല. ചില സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അത് സ്വന്തം ജാതകവുമായി ഒത്തുനോക്കിയിട്ട് ആരും ടെൻഷൻ അടിക്കരുത്. കാരണം ഇത് ജ്യോതിഷത്തിൽ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം മാത്രമാണ്. ഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ചറിഞ്ഞതും പല ഗുരുനാഥന്മാർ പകർന്നു തന്നിട്ടുള്ളതും എൻ്റെ നിരീക്ഷണങ്ങളിൽ കൂടി മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ഒരു ഗ്രഹമായിട്ട് ആർക്കും ഒരു ഫലവും ഒറ്റയ്ക്ക് നൽകുന്നില്ല. പല ഗ്രഹങ്ങളുടെ കൂട്ടായ ഒരു സമന്വയമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും ഒക്കെ വാർത്തെടുക്കുന്നത്. ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ജ്യോതിഷിക്ക് മാത്രമേ ഒരു ശരിയായ ഫലപ്രവചനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ഗ്രഹം മോശമായി നിൽക്കുന്നു എന്ന് വെച്ച് ആ ഗ്രഹം നൽകുന്ന മോശം ഫലങ്ങൾ അതേപടി ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല. അതുപോലെ തന്നെയാണ് നല്ല കാര്യങ്ങളും. മറ്റു ഗ്രഹങ്ങൾ ഈ ഗ്രഹത്തെ സ്വാധീനിക്കുന്നതിനനുസരിച്ച് ഈ ഫലങ്ങൾക്ക് വ്യത്യാസം വരാം. ഇനി നമുക്ക് ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. തനു വൃത്തതനൂർ ബഹുവാദകഭ പ്രാജ്ഞച്ച ശശി മൃദുവാക് സുഭദ്രൻ. ശ്രീ വരാഹമിഹിരാചാര്യരുടെ ഹോരാശാസ്ത്രത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ 2 വരികളാണിത്. ഇവിടെ ആചാര്യൻ ചന്ദ്രൻ്റെ ഒരു ഘടനയെക്കുറിച്ചാണ് പറയുന്നത്. ലഘുവായതും ഉരുണ്ടതുമായ ശരീരത്തോടു കൂടിയവനും മാധവും കഫവും അധികരിച്ചിരിക്കുന്നവനും ഭാവി ഭൂതം വർത്തമാനം എന്നീ കാലങ്ങളെ അറിയുന്നവനും മൃദുവായ വാക്കുകളെ ഉപയോഗിക്കുന്നവനും നല്ല കണ്ണുകളോട് കൂടിയവനും ആയിരിക്കും ചന്ദ്രൻ. നല്ല കണ്ണുകളെന്നോ അല്ലെങ്കിൽ നല്ല കാഴ്ചപ്പാടെന്നോ എടുക്കാവുന്നതാണ്. ജാതകത്തിൽ ചന്ദ്രൻ ബലവാനായി നിൽക്കുന്ന ഒരു വ്യക്തി കാണാൻ നല്ല ഭംഗിയുള്ള ആളും മാംസപുഷ്ടിയുള്ള ശരീരത്തോടു കൂടിയവനും നല്ല അറിവുള്ള ആളും മറ്റുള്ളവരോട് വളരെ സൗമ്യതയോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആളും കാണാൻ ഭംഗിയുള്ള കണ്ണുകളോ അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയോ ആയിരിക്കും. ഇനി നമുക്ക് ഫലദീപിക എന്ന ഗ്രന്ഥത്തിൽ ചന്ദ്രൻ്റെ കാരകത്വത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഫലദീപികയിലെ 2-ാമത്തെ അധ്യായത്തിലാണ് ആചാര്യൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. മാതൃസ്വസ്തി മനപ്രസാദം ഉദതി സ്നാനം സ്ഥിതം ചാമരം ഛത്രം സുവ്യജനം ഫലാനി മൃദുളം പുഷ്പാണി സസ്യം കൃഷിം കീർത്തിം മൗക്രിക കാംസ്യരൂപ്യ മധുര ക്ഷീരാദി വസ്രംബുഗോ യോക്ഷാബ്ദിം സുഖഭോജനം തനുസുഖം രൂപം മതേത് ചന്ദ്രത. മാതൃസ്വസ്തി എന്നാൽ അമ്മയുടെ സുഖവിഷയങ്ങളാണ്. മനപ്രസാദം എന്നാൽ മനസ്സിനുണ്ടാകുന്ന സന്തോഷമാണ്. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണല്ലോ. ഉദതി എന്നാൽ സമുദ്രമാണ്. സ്നാനമെന്നാൽ കുളിയാണ്. സ്ഥിതം എന്നാൽ വെളുത്തത് എന്നാണ് അർത്ഥം. ചന്ദ്രൻ വെളുത്ത നിറത്തിലുള്ള വസ്തുക്കളെ സൂചിപ്പിക്കുന്നു. ചാമരമെന്നാൽ വെൺചാമരം തന്നെ. നമ്മൾ ആലവട്ടം വെൺചാമരം എന്ന് പറയാറില്ലേ? ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്നത് ചന്ദ്രനാണ്. ഛത്രമെന്നാൽ കുടയാണ്. സുവ്യജനം എന്നാൽ നല്ല വിശറി എന്നാണ് അർത്ഥം. ഫലാനി എന്ന് പറഞ്ഞാൽ പല വർഗ്ഗങ്ങളാണ്. മൃദുലമെന്നാൽ മാർദ്ദവമേറിയ കാര്യങ്ങളാണ്. പുഷ്പാണി എന്നാൽ പുഷ്പങ്ങളുമാകുന്നു. പിന്നെ സസ്യങ്ങളും കൃഷിയും ചന്ദ്രനാണ് സൂചിപ്പിക്കുന്നത്. കീർത്തിയും എന്നാൽ സൽപ്പേരാണ്. മൗക്രികം എന്നാൽ മുത്താണ്. കാംസ്യം പിത്തളയാണ്. രൂപമെന്നാൽ വെള്ളിയാണ്. ഇതുകൂടാതെ മധുരമുള്ള വസ്തുക്കളെയും പാലിനെയും വസ്ത്രം, വെള്ളം, നല്ല രീതിയിലുള്ള ഭക്ഷണം, ശരീരസുഖം, ഒരു വ്യക്തിയുടെ ആകാര സൗഷ്ഠവം ഇതെല്ലാം ചന്ദ്രനെ കൊണ്ട് നിരൂപിക്കണം എന്നാണ് ഫലദീപികയിൽ പറയുന്നത്. ഇപ്പോൾ ചന്ദ്രനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമല്ലോ. ഇനി നമുക്ക് ചന്ദ്രൻ്റെ കൂടുതൽ വിശേഷങ്ങൾ മനസ്സിലാക്കാം. പുരാണത്തിൽ അദ്രി മഹർഷിയുടെയും അനസൂയയുടെയും മകനാണ് ചന്ദ്രൻ. വെളുത്ത നിറം, സുന്ദരൻ, സുഭകൻ, കണ്ടാൽ ആരും മോഹിച്ചു പോകും. 27 നക്ഷത്രങ്ങളും ചന്ദ്രൻ്റെ ഭാര്യമാരാണെന്നാണ് വയ്പ്. ദക്ഷ പ്രജാപതിയുടെ മക്കളാണ് ഈ 27 നക്ഷത്രങ്ങളും. ഈ 27 പേരിൽ രോഹിണി നക്ഷത്രത്തെയാണ് ചന്ദ്രന് ഏറ്റവും ഇഷ്ടം. ഇത് ചന്ദ്രൻ്റെ മറ്റ് ഭാര്യമാരിൽ അതൃപ്തി ഉണ്ടാക്കി. അവർ പ്രജാപതിയോട് സങ്കടമുണർത്തിച്ചു.
പ്രജാപതിയുടെ ചോദ്യത്തിന് ചന്ദ്രന് ഉചിതമായ മറുപടി നൽകാനായില്ല. കോപിഷ്ഠനായ പ്രജാപതി ചന്ദ്രനെ ശപിക്കുന്നു. നിന്റെ സൗന്ദര്യം നശിച്ചു പോകട്ടെ എന്നായിരുന്നു ശാപം. പ്രജാപതിയുടെ ശാപമേറ്റ ചന്ദ്രൻ വല്ലാതെ കറുത്തുപോയി. ദുഃഖിതനായ ചന്ദ്രൻ ഭഗവാൻ ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ചന്ദ്രൻ്റെ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ ചന്ദ്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ നഷ്ടപ്പെട്ട സൗന്ദര്യം മടക്കി കിട്ടണമെന്ന മോഹം ചന്ദ്രൻ ഭഗവാനെ അറിയിച്ചു. മറ്റൊരാളിൻ്റെ ശാപം തനിക്ക് മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. എങ്കിലും ചന്ദ്രൻ്റെ നിർബന്ധപ്രകാരം മാസത്തിൽ 15 ദിവസം നന്നായിട്ടിരിക്കുവാനും ബാക്കിയുള്ള 15 ദിവസം വൈരൂപ്യത്തെ സ്വീകരിച്ചു കൊള്ളാനും വരം നൽകിയിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. അങ്ങനെ പിറ്റേന്ന് മുതൽ കറുത്തിരണ്ട ചന്ദ്രൻ ഓരോ ദിവസവും ചെല്ലുന്തോറും വെളുക്കാൻ തുടങ്ങി. 15 ദിവസമായപ്പോൾ ചന്ദ്രന് പഴയ തൻ്റെ സുന്ദരമായ രൂപം തിരിച്ചു കിട്ടി. പിറ്റേന്ന് മുതൽ വീണ്ടും ചന്ദ്രൻ ഭാഗികമായി കറുത്തു തുടങ്ങി. അങ്ങനെ 15 ദിവസമാകുമ്പോൾ വീണ്ടും പൂർണ്ണമായും കറുത്തു പോകുന്നു. പിറ്റേന്ന് മുതൽ വീണ്ടും വെളുക്കാൻ തുടങ്ങുന്നു. നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. ഏറ്റവും പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹം ശനിയും. രണ്ടുപേർക്കും തമ്മിൽ പല കാര്യങ്ങളിലും വിപരീതമായ ഗുണങ്ങളാണ് ഉള്ളത്. ചന്ദ്രൻ വേഗതയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണെന്ന് പറഞ്ഞുവല്ലോ. അതിനാൽ തന്നെ വേഗതയുള്ള എന്തിനേയും ചന്ദ്രനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, പെട്ടെന്ന് മറുപടി പറയുക, പെട്ടെന്നുള്ള പ്രവൃത്തികൾ, ഇതെല്ലാം ചന്ദ്രനാണ്. നമ്മൾ ഒരാളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് മറുപടി തരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അയാളുടെ ജാതകത്തിൽ ബലവാനായ ഒരു ചന്ദ്രനാണുള്ളതെന്ന്. ചന്ദ്രൻ ഒരു സാത്വിക ഗ്രഹമാണ്. അതിനാൽ അയാളുടെ മറുപടിയും സഭ്യമായിരിക്കും. മറിച്ച് അയാളിൽ നിന്നും മോശവും ധിക്കാരപരവുമായിട്ടുള്ള മറുപടിയാണ് ലഭിക്കുന്നതെങ്കിൽ അത് മറ്റ് പാപഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. ജാതകത്തിൽ ചന്ദ്രന് ബലമുള്ള വ്യക്തികൾ വളരെ സ്നേഹവും മര്യാദയും കാണിക്കുന്നവരാണ്. ഇവർ എപ്പോഴും വളരെ സൗമ്യമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. സംസാരത്തിൽ അഹങ്കാരമോ ഗർവമോ ഉണ്ടായിരിക്കുകയില്ല. മാത്രമല്ല ഒരു പുഞ്ചിരിയോടെ മാത്രമേ ഇവർ സംസാരിക്കുകയുള്ളൂ. ഇവരുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രസന്ന ഭാവമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് ആരോടും ആജ്ഞാപിക്കാൻ സാധിക്കാറില്ല. ഒരു അപേക്ഷാ രൂപേണയെ ഇവർ കാര്യങ്ങൾ ആവശ്യപ്പെടാറുള്ളൂ. ഇവരുടെ സംസാരം കേട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ ഇവരെ കണ്ടുകൊണ്ടിരിക്കുവാനും എല്ലാവർക്കും ഇഷ്ടവുമാണ്. ഇവരുമായി ഒരിക്കൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല. ഇവരെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കുവാനും പ്രണയിക്കുവാനും പലരും കൊതിക്കാറുണ്ട്. അതിനാൽ തന്നെ ഇവർക്ക് ജീവിതത്തിൽ പ്രണയാഭ്യർത്ഥനകൾ ധാരാളം ലഭിക്കാറുമുണ്ട്. അത് ആണായാലും പെണ്ണായാലും. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ലഗ്നാധിപനും സൂര്യനും ചന്ദ്രനും ബലമുണ്ടായിരിക്കണം. സൂര്യൻ ആത്മകാരകനും ചന്ദ്രൻ മനകാരകനും ലഗ്നാധിപൻ നമ്മുടെ ശരീരത്തിൻ്റെ കാരകനുമാണ്. ഈ 3 പേർക്കും ബലമുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ജാതകത്തിൽ നല്ല ഒരു ചന്ദ്രൻ ഉള്ള വ്യക്തിക്ക് നല്ല ഒരു മനസ്സും ഉണ്ടായിരിക്കും. ഒരാളുടെ ജാതകത്തിലെ ചന്ദ്രനെ കൊണ്ട് അയാളുടെ ഏകദേശ സ്വഭാവം നമുക്ക് ഊഹിച്ചെടുക്കാം. ഇയാൾ വളരെ സ്നേഹമുള്ള ആളായിരിക്കും, വളരെ കരുതലുള്ള ആളുമായിരിക്കും. ചന്ദ്രൻ മാതാവിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. അമ്മയെ സൂചിപ്പിക്കുന്ന ചന്ദ്രൻ നമുക്ക് മാതൃതുല്യമായ സ്നേഹവും വാത്സല്യവും കരുതലുമൊക്കെ തരുന്നു. എങ്കിലും ഒരു കാര്യത്തിൽ ചന്ദ്രനെ വിശ്വസിക്കുവാൻ പാടാണ്. അത് സെക്സ് സംബന്ധമായ കാര്യമാണ്. ചന്ദ്രൻ തരളഹൃദയനാണ്. ആരെങ്കിലും ചന്ദ്രനെ പ്രലോഭിപ്പിച്ചാൽ ചന്ദ്രൻ അതിൽ വശംവദനായി പോകുന്നതാണ്. അവിടെ ചന്ദ്രന് അല്പം മനോനിയന്ത്രണം കുറവാണ്. ചിലപ്പോൾ ഈ ഒരു വീക്ക്നെസ് പല അപവാദങ്ങളിലേക്കും പേരുദോഷങ്ങളിലേക്കും വ്യക്തികളെ തള്ളിവിടുന്നു. ചന്ദ്രന് ബലമുള്ളവരിലാണ് ഇത് കൂടുതലും കാണാൻ സാധ്യത. ഇതിനുദാഹരണമായി പുരാണത്തിൽ തന്നെ ഒരു കഥയുണ്ട്. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ശിഷ്യനാണ് ചന്ദ്രൻ. ചെറുപ്പത്തിൽ ചന്ദ്രൻ ബൃഹസ്പതിയുടെ വീട്ടിൽ നിന്നാണ് വിദ്യകൾ അഭ്യസിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നല്ലോ. അങ്ങനെ അവിടെ താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ചന്ദ്രനും ഗുരുപത്നിയും തമ്മിൽ പ്രണയബദ്ധരാകുന്നു. ആ ബന്ധത്തിൽ ചന്ദ്രന് പിറന്ന മകനാണ് ബുധൻ. സ്ത്രീ സംബന്ധമായ വിഷയം ഒഴിച്ചു നിർത്തിയാൽ ചന്ദ്രൻ ആൾ പെർഫെക്റ്റാണ്. നല്ല സ്നേഹം, സംസാരം, പെരുമാറ്റം, എന്തും ചെയ്തു തരും. ചില വീടുകളിൽ സഹായിയായിട്ട് പറ്റിക്കൂടി നടക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവർ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കും. ആരെങ്കിലും വഴക്ക് പറഞ്ഞാലും അവരതത്ര കാര്യമായിട്ടൊന്നും എടുക്കാറില്ല. ആ വീട്ടിലെ സ്ത്രീകളോട് അവർക്കൊരു പ്രത്യേക കരുതലും സ്നേഹവും ഒക്കെ കാണിക്കും. നമുക്ക് അവർ നിഷ്കളങ്കരാണെന്ന് തോന്നും. അവർ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്നാൽ അവർക്ക് ആ വീട്ടിലെ ഏതെങ്കിലും ഒരു സ്ത്രീയിൽ ഒരു കണ്ണുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരാളിലായിരിക്കുകയില്ല, ഒന്നിലധികം പേരിലായിരിക്കും ഇവരുടെ ഉള്ളിൽ താല്പര്യമുണ്ടായിരിക്കുക.
അവസരം കിട്ടുമ്പോൾ ഇവരത് മുതലാക്കുകയും ചെയ്തിരിക്കും. ഇത് നേരിട്ട് അറിവുള്ള കാര്യമാണ്. ചന്ദ്രൻ നല്ല ഒരു വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. ഇവർ അല്പം ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും. തൻ്റെ നിറത്തിന് ചേരുന്ന ഡ്രസ്സുകൾ ധരിക്കാനും മറ്റുള്ളവർക്ക് ആകർഷണം തോന്നത്തക്ക രീതിയിൽ വസ്ത്രം ധരിക്കുവാനും ഇവർ ശ്രദ്ധിക്കുന്നു. ഇവർ സിമ്പിളായിട്ട് വസ്ത്രധാരണം ചെയ്യുന്നതായി നമുക്ക് തോന്നാം, പക്ഷേ അതിനും ഒരു ആകർഷണീയത ഇവർ കാത്തു സൂക്ഷിക്കാറുണ്ട്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇവർക്കിഷ്ടമല്ല. ഇതെല്ലാം ചന്ദ്രൻ്റെ ബലമുള്ള ജാതകക്കാരുടെ കാര്യമാണ്. ചന്ദ്രൻ്റെ 4-ാം ഭാവത്തിൻ്റെ കാരകത്വമുണ്ട്. അതുകൊണ്ട് തന്നെ 4-ാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെയും ചന്ദ്രൻ പ്രതിനിധീകരിക്കുന്നു. അമ്മ, വീട്, വീട്ടുപകരണങ്ങൾ, സുഖം, ഇതെല്ലാം ചന്ദ്രനാണ് സൂചിപ്പിക്കുന്നത്. ജാതകത്തിൽ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നല്ലൊരു അമ്മയെ തന്നെ കിട്ടുന്നു. നല്ലൊരു ചന്ദ്രനുള്ളവർക്ക് കംഫർട്ടായിട്ടുള്ള ഒരു വീട് ലഭിക്കുന്നു. വിലപിടിച്ച വീട്ടുപകരണങ്ങൾ, അതായത് ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ മുതലായവയൊക്കെ ചന്ദ്രൻ സൂചിപ്പിക്കുന്നു. നല്ല കിടക്കകൾ, വില കൂടിയ ഇനം ബെഡുകൾ, കസേരകൾ, മേശകൾ, ഇതെല്ലാം ചന്ദ്രനാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് നല്ലൊരു ഗാർഹിക അന്തരീക്ഷം തരുന്നതും നല്ലൊരു ചന്ദ്രനാണ്. ചന്ദ്രൻ ഭക്ഷണത്തെയും വെള്ളം, പാനീയം ഇവയെല്ലാം സൂചിപ്പിക്കുന്നു. ബലവാനായ ഒരു ചന്ദ്രൻ ജാതകത്തിലുണ്ടെങ്കിൽ അയാൾ എവിടെ പോയാലും അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അയാൾക്ക് മാത്രമല്ല, അയാളോടൊപ്പം പോകുന്ന ആളിനും അന്നത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതുമല്ല. ജലസംബന്ധമായ എല്ലാ കാര്യങ്ങളെയും ചന്ദ്രൻ സൂചിപ്പിക്കുന്നു. കുളം, കിണർ, നദികൾ, ജലാശയങ്ങൾ, കടലിനെ തന്നെയും ചന്ദ്രനാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ജലയാത്രകൾ, ജലോൽപ്പന്നങ്ങൾ, ഇതെല്ലാം ചന്ദ്രൻ സൂചിപ്പിക്കുന്നു. ബോട്ട് സവാരി, കപ്പൽ യാത്ര, മത്സ്യബന്ധനം, മുത്ത്, ചിപ്പി, പവിഴപ്പുറ്റുകൾ, മറ്റ് ജലജീവികൾ, ഇതെല്ലാം ചന്ദ്രനിൽ നിക്ഷിപ്തമാണ്. വെളുത്ത വസ്തുക്കൾ, വെളുത്ത പൂക്കൾ, പാൽ ഉൽപ്പന്നങ്ങൾ ഇവയെയും ചന്ദ്രൻ സൂചിപ്പിക്കുന്നു. മാർദ്ദവമുള്ള വസ്തുക്കളെയും ചന്ദ്രൻ സൂചിപ്പിക്കുന്നു. നമ്മൾ തീപ്പടി നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന മൃദുവായ മരങ്ങൾ, കൃഷി, ചെടി ഇവകളെയും ചന്ദ്രൻ സൂചിപ്പിക്കുന്നു. പാലുള്ള വൃക്ഷങ്ങൾ, കറയുള്ള വൃക്ഷങ്ങൾ, ഇതെല്ലാം ചന്ദ്രൻ്റെ കാരകത്വമാണ്. ശുക്രൻ പ്രായം കുറഞ്ഞ സ്ത്രീകളെ സൂചിപ്പിക്കുമ്പോൾ ചന്ദ്രൻ മുതിർന്ന സ്ത്രീകളെയാണ് സൂചിപ്പിക്കുന്നത്. ദേവതമാരിൽ പ്രധാനമായും ചന്ദ്രനെ ദുർഗാദേവിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. ദുർഗാ ശീതകരോബലി സവിഫല കാളി ചാമുണ്ടി പ്രമുഖ തമോ ഗുണജ്ഞക്ഷോ പൗമാലയസ്തോ എന്ന പ്രശ്നമാർഗത്തിൽ 15-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ബലവാനായ ചന്ദ്രനെ കൊണ്ട് ദുർഗാദേവിയെയും ബലം കുറഞ്ഞ ചന്ദ്രനെ കൊണ്ട് കാളിയെയും പറയണം. ബലം കുറഞ്ഞ് ചൊവ്വയുടെ രാശികളായ മേടത്തിലോ വൃശ്ചികത്തിലോ നിന്നാൽ ചാമുണ്ടി ദേവി, വനദുർഗ തുടങ്ങിയ ദേവതമാരെ പറഞ്ഞുകൊള്ളണം. ചന്ദ്രൻ ശരീരപുഷ്ടിയുടെ കാരകനാണ്. ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് തടി കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഗ്രഹങ്ങളുടെ ബലം നിശ്ചയിക്കുന്നത് ഉച്ചം, നീചം, മൂലക്ഷേത്രം, സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം, ശത്രുക്ഷേത്രം, മൗഢ്യം, വക്രം ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ. എന്നാൽ ചന്ദ്രൻ്റെ ബലം പ്രധാനമായും നിശ്ചയിക്കുന്നത് പക്ഷബലം നോക്കിയിട്ടാണ്. ചന്ദ്രന് 2 അവസ്ഥകളുണ്ട്, കറുത്തവാവും വെളുത്തവാവും. കറുത്തവാവ് കഴിഞ്ഞ് വെളുത്തവാവിലേക്ക് ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനെ ശുക്ലപക്ഷം അല്ലെങ്കിൽ വെളുത്തപക്ഷം എന്നാണ് പറയുന്നത്. അതുപോലെ വെളുത്തവാവിൽ നിന്നും കറുത്തവാവിലേക്ക് പോകുന്നതിനെ കൃഷ്ണപക്ഷം അഥവാ കറുത്തപക്ഷം എന്നാണ് പറയുന്നത്. ഇതിൽ കറുത്തവാവ് കഴിഞ്ഞ് 5-ാം ദിവസം മുതൽ വെളുത്തവാവ് വരേക്കും, അത് കഴിഞ്ഞ് 5 ദിവസം വരേക്കും ചന്ദ്രന് ബലമുണ്ട്. ഇതിന് പക്ഷബലം എന്നാണ് പറയുന്നത്. അതുപോലെ വെളുത്തവാവ് കഴിഞ്ഞ് 5 നാളുകൾക്ക് ശേഷവും കറുത്തവാവും അത് കഴിഞ്ഞ് 5 ദിവസം വരേക്കും ചന്ദ്രന് പക്ഷബലമില്ല. ചന്ദ്രന് ഒട്ടും ബലമില്ലാത്തത് അമാവാസി നാളിലാണ്. പക്ഷബലമില്ലാത്ത ചന്ദ്രൻ നീചനായ ചന്ദ്രനേക്കാൾ ദോഷകാരിയാണ്. ഒരു ജാതകത്തിൽ ലഗ്നത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് നല്ലതാണ്. എന്നാൽ ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ ആ വ്യക്തിക്ക് അന്തർമുഖത്വം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒരിടത്ത് ഒരു ഉന്മേഷവും ഇല്ലാതെ ചടഞ്ഞുകൂടിയിരിക്കുന്ന പ്രകൃതമായിരിക്കും അയാളുടേത്. മറ്റുള്ളവരോട് മിണ്ടാനും സഹകരിക്കാനുമൊക്കെ ഒരു വിമുഖത കാണിക്കുന്ന വ്യക്തിയായിരിക്കും ഇയാൾ. മാനസികമായി നല്ല പിരിമുറുക്കവും ഇവർക്കുണ്ടായിരിക്കും. എന്നാൽ കർക്കിടകമോ മേടമോ ഇളവമോ ലഗ്നമാവുകയും അവിടെ ചന്ദ്രൻ നിൽക്കുകയും ചെയ്താൽ ഫലം മറ്റൊന്നായിരിക്കും. ഇതിൽ കർക്കിടക ലഗ്നത്തിലും ഇളവ ലഗ്നത്തിലും ചന്ദ്രൻ നിന്നാൽ ധനാഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് പറയുന്നത്. മേടത്തിൽ നിന്നാൽ സന്താനങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. ഈ 3 രാശികളിലും വേറെ ദോഷങ്ങൾ പറയുന്നില്ല. ചന്ദ്രന് ശനിയുടെയോ ചൊവ്വയുടെയോ യോഗദൃഷ്ടികൾ ഉണ്ടായാൽ അയാൾക്ക് ലഹരി വസ്തുക്കളോട് ഒരു അടുപ്പമുണ്ടാകാനിടയുണ്ട്. ജാതകത്തിൽ ഇങ്ങനെയുള്ള യോഗങ്ങൾ കാണുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിക്കുക. 7-ൽ ചന്ദ്രൻ നിൽക്കുന്ന വ്യക്തി പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കും.
ഇവർക്ക് ക്ഷമ അല്പം കുറവായിരിക്കും. അല്പം ഗർവുള്ള ആളുമായിരിക്കും. ഇവരുടെ ശരീരം സോഫ്റ്റ് ആയിട്ടുള്ളതുമായിരിക്കും. ഹോരയിൽ ഈർഷ്യ തീവ്ര മതോ മതേത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രശ്നമാർഗത്തിൽ 16-ാം അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകത്തിൽ ചതുരുപായങ്ങളിൽ ദാനസ്യ ഇന്ദു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചതുരുപായം എന്നാൽ സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നാണ്. ഇതിൽ ദാനത്തിൻ്റെ കാരകൻ ചന്ദ്രനാണ്. ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദാനം കൊടുത്താൽ മതി എന്നാണ് ചന്ദ്രൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ശരീരാവയവങ്ങളിൽ ചന്ദ്രൻ നെഞ്ചിനെ സൂചിപ്പിക്കുന്നു. ഹാർട്ട്, ലങ്സ്, ബ്രസ്റ്റ് ഇവയെയും ചന്ദ്രനാണ് സൂചിപ്പിക്കുന്നത്. എപ്പിലെപ്സി, പാരാലിസിസ്, ആസ്മ, ജലസംബന്ധമായ രോഗങ്ങൾ, ചെസ്റ്റിനും ബ്രസ്റ്റിനും ഉണ്ടാകുന്ന രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്കുകൾ ഇവയെയെല്ലാം സൂചിപ്പിക്കുന്നത് ചന്ദ്രനാണ്. നമുക്കുണ്ടാകുന്ന ടെൻഷനെ സൂചിപ്പിക്കുന്നതും ചന്ദ്രനാണ്. ഹാർട്ട് അറ്റാക്കുകൾ കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തിങ്കളാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷമുള്ള 1 മണിക്കൂറിനകത്തുള്ള സമയമാണ്. ഇതിന് കാരണം തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസമാണ്. ഇതിലെ ആദ്യത്തെ 1 മണിക്കൂർ ചന്ദ്രൻ്റെ തന്നെ ഹോരയുമാണ്. എന്നാൽ ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കുറഞ്ഞ സമയം ശനിയാഴ്ചയാണ്. കാരണം ശനി ഹാർട്ട് അറ്റാക്കിന് എതിരാണ്. ചന്ദ്രൻ സ്ത്രീകളുടെ ജാതകത്തിൽ മുലപ്പാലിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. ജാതകത്തിൽ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ നല്ല മുലപ്പാൽ ഉണ്ടാകുന്നു. എന്നാൽ ചന്ദ്രന് പാപഗ്രഹങ്ങളുടെ ബന്ധമുണ്ടായാൽ മുലപ്പാൽ കുറയുന്നു. ചന്ദ്രൻ ഒരു ഗ്രഹത്തോട് യോഗം ചെയ്തു നിന്നാൽ ആ ഗ്രഹത്തിൻ്റെ ബലം വർദ്ധിക്കുന്നു. നീചനായ ഒരു ഗ്രഹമായാൽ കൂടി ചന്ദ്രൻ്റെ യോഗമുണ്ടായാൽ ആ ഗ്രഹത്തിൻ്റെ ദോഷം കുറയുന്നു. ഓരയിലെ 4-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരി കുജേന്ദു ഹേതു പ്രതിമാസമാർത്തവം ഗതേതു പീഡർ ക്ഷമനുഷ്ണദീദിതവ് എന്നാണ്. സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനും ചൊവ്വയുമാണ്. ഒരു സ്ത്രീയുടെ ജാതകത്തിൽ ലഗ്നം നിൽക്കുന്ന രാശിയിൽ നിന്നും അനുപജയ രാശികളിൽ ഏതിലെങ്കിലും ഒന്നിൽ കൂടി ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയം ഈ ചന്ദ്രനെ ചൊവ്വ വീക്ഷിച്ചാൽ ആർത്തവം സംഭവിക്കുന്നു. ചന്ദ്രനോടൊപ്പം ചൊവ്വ യോഗം ചെയ്താലും മതി. ഉപജയരാശികൾ 3, 6, 10, 11 എന്നിവയാണ്. ഇതിൽ പെടാത്ത രാശികളാണ് അനുപജയരാശികൾ. ഒരു സ്ത്രീക്ക് സന്താനഭാഗ്യം ലഭിക്കുവാൻ അവരുടെ ജാതകത്തിൽ ചന്ദ്രനും ചൊവ്വയ്ക്കും ബലമുണ്ടായിരിക്കണം. പുരുഷന് ജാതകത്തിൽ സൂര്യനും ശുക്രനും ബലം വേണം. മദ്യം, സ്ത്രീ ഈ വിഷയങ്ങളുമായി ചന്ദ്രന് വലിയ ബന്ധമാണുള്ളത്. കറുത്തവാവ് ദിവസങ്ങളിലും വെളുത്തവാവ് ദിവസങ്ങളിലും ഈ വിഷയങ്ങളിലുള്ള താല്പര്യം വർദ്ധിക്കുന്നതാണ്. നവഗ്രഹങ്ങളിൽ വക്രമില്ലാത്ത 2 ഗ്രഹങ്ങളാണ് സൂര്യനും ചന്ദ്രനും. ചന്ദ്രൻ ഏറ്റവും ദുർബലമായി പോകുന്നത് സൂര്യനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ചന്ദ്രദശ 10 വർഷമാണ്. ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളായ രോഹിണി, അത്തം, തിരുവോണം എന്നീ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർക്ക് ജന്മദശ ചന്ദ്രൻ്റെ ദശയായിരിക്കും. ചന്ദ്രൻ്റെ ദശ 10 വർഷമാണെങ്കിലും നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞ് എത്ര നാഴിക വിനാഴിക ചെന്നതിന് ശേഷമാണ് കുട്ടി ജനിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ജന്മശിഷ്ടദശ എത്രയാണെന്ന് കണക്കാക്കുന്നത്. ചന്ദ്രദശ 10 വർഷമാണെന്ന് പറഞ്ഞല്ലോ. ഈ 10 വർഷത്തെ മറ്റു 8 ഗ്രഹങ്ങൾക്ക് കൂടി പകുത്തു നൽകിയിട്ടുണ്ട്. അവയെ അന്തർദശ അല്ലെങ്കിൽ അപകാരം, ഭുക്തി എന്നൊക്കെ പറയുന്നു. ചന്ദ്രൻ്റെ ദശയിൽ ആദ്യത്തെ അന്തർദശ ചന്ദ്രൻ്റെ തന്നെ അന്തർദശയാണ്. ഇത് 10 മാസമാണ്. ചന്ദ്രൻ്റെ ദശയിൽ ചന്ദ്രൻ്റെ അന്തർദശ നടക്കുന്ന കാലഘട്ടത്തിൽ ചന്ദ്രൻ്റെ മുഴുവൻ സ്വാധീനവും ചന്ദ്രൻ നമ്മിൽ ചെലുത്തുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമായി കാണാനും കഴിയും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചന്ദ്രൻ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന്. ചന്ദ്രൻ അനുകൂലനാണെങ്കിൽ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നല്ല അനുഭവങ്ങളും, പ്രതികൂലനാണെങ്കിൽ മോശം അനുഭവങ്ങളും ഉണ്ടാകും. ചന്ദ്രൻ പ്രധാനമായും നമ്മുടെ അമ്മയെയാണ് സൂചിപ്പിക്കുന്നത്. അനുകൂലനായ ഒരു ചന്ദ്രനാണ് നമുക്കുള്ളതെങ്കിൽ ഈ കാലത്ത് മാതൃഗുണം നമുക്ക് വളരെയേറെ ലഭിക്കുന്നു. അമ്മയുടെ സ്നേഹവും വാത്സല്യവും ലഭിക്കുന്ന സമയമാണ്. അമ്മയിൽ നിന്നും സാമ്പത്തികമായ സഹായങ്ങളും ലഭിക്കുന്നതാണ്. കൂടാതെ അമ്മയുടെ സ്വത്ത് നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തടസ്സങ്ങൾ മാറി അതെല്ലാം ലഭിക്കുവാനുള്ള വരും. ബന്ധുക്കളുമായിട്ട് നല്ലൊരു സഹകരണം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു. വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഇത്. സാമ്പത്തികമായ നേട്ടങ്ങളും തൊഴിൽ പുരോഗതിയും ഈ കാലത്ത് ലഭിക്കുന്നു. വീട് പണി ആരംഭിക്കുവാനുമൊക്കെ ഈ സമയത്ത് സാധിക്കുന്നതാണ്. മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന കാലമാണിത്. എന്നാൽ ചന്ദ്രന് ജാതകത്തിൽ ബലമില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്. ജാതകത്തിൽ ചന്ദ്രൻ്റെ സ്ഥിതി നല്ലതല്ല എങ്കിൽ കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളും ടെൻഷനുമൊക്കെ ഉണ്ടാകുന്നു.
ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഉചിതമായ ഒരു തീരുമാനം എടുക്കാനാകാതെ കുഴങ്ങിപ്പോയി എന്നും വരാം. ചന്ദ്രദശയിൽ 10 മാസത്തെ ചന്ദ്രൻ്റെ അന്തർദശ കഴിഞ്ഞാൽ 7 മാസം ചൊവ്വയുടെ അന്തർദശയാണ്. ചന്ദ്രൻ പൊതുവെ ഒരു ശുഭഗ്രഹമാണ്. ചൊവ്വ ഒരു പാപഗ്രഹവുമാണ്. ചൊവ്വ ഒരു പാപഗ്രഹമാണെങ്കിലും ചൊവ്വയെ കൊണ്ട് നമുക്ക് ധാരാളം ഉപകാരങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ കാലത്ത് നമ്മുടെ മാനസിക ആരോഗ്യം വർദ്ധിക്കുന്നു. ഏത് കാര്യവും ചെയ്യാം എന്നൊരു ചങ്കൂറ്റവും നമ്മിലുണ്ടാകുന്നു. സ്പോർട്സ് രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂലമായ കാലഘട്ടമായിരിക്കും. കൂടാതെ അഡ്വഞ്ചറായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെ. പ്രതിരോധ വകുപ്പ്, പോലീസ്, നിയമവകുപ്പ് ഇതിലൊക്കെ ഒരു എൻട്രൻസ് ലഭിക്കുവാൻ ജാതകത്തിലെ നല്ലൊരു ചൊവ്വ നിങ്ങളെ സഹായിക്കുന്നു. മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾ പുനരാരംഭിക്കുവാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുമൊക്കെ ഈ ഒരു അന്തർദശാകാലത്ത് സാധ്യമാകുന്നു. ചൊവ്വ മോശമായാൽ ഈ സമയത്ത് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വയറിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാം. അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാൽ ഡോക്ടറെ സമീപിച്ച് യഥാസമയം ആവശ്യത്തിനുള്ള ചികിത്സകൾ ലഭ്യമാക്കിക്കൊള്ളേണ്ടതാണ്. ഈ കാലത്ത് രക്തസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനും ബ്ലഡ് പ്രഷർ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സർജറി പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. ചന്ദ്രനും ചൊവ്വയും തമ്മിൽ ശത്രുതയൊന്നുമില്ല. ജാതകത്തിലും ഇവർ തമ്മിൽ നല്ല ബന്ധമാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ചൊവ്വയുടെ അന്തർദശ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന അന്തർദശ രാഹുവിൻ്റേതാണ്. ചന്ദ്രദശയിൽ രാഹുവിൻ്റെ അന്തർദശാകാലം 1 വർഷവും 6 മാസവുമാണ്. ചന്ദ്രനും രാഹുവും തമ്മിൽ ഒരുമിച്ച് വരുന്നത് നന്നല്ല. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനിടയുണ്ട്. ചന്ദ്രൻ മനകാരകനാണല്ലോ. രാഹു അമിതമായ ആഗ്രഹങ്ങളുടെയും ആസക്തികളുടെയും ഒക്കെ ഒരു ഗ്രഹമാണ്. അതിനാൽ രാഹുവിൻ്റെ സ്വാധീനത്തിൽ വരുന്ന ഈ കാലഘട്ടത്തിൽ രാഹു നമ്മുടെ മാനസിക വ്യാപാരങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നതാണ്. ചന്ദ്രൻ വളരെ ക്യുക്കായിട്ടുള്ള ഗ്രഹമാണ്. അതിനാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല. രാഹു സ്വാർത്ഥത നിറഞ്ഞ ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും. കുറച്ചൊക്കെ കള്ളം പറയാനും കള്ളത്തരങ്ങൾ ചെയ്യാനുമൊക്കെ രാഹു നമ്മെ പ്രേരിപ്പിക്കുന്നു. വഴിവിട്ട ചില ചിന്തകളും അതേ ചിന്തകൾ മൂലം അത്തരം ചില പ്രവൃത്തികളിലേക്കും രാഹു നമ്മെ കൊണ്ടുപോയി എന്നും വരും. ഈ കാലഘട്ടത്തിൽ രാഹു നമ്മുടെ മനസ്സിനെ കയ്യിലെടുക്കുന്നു. ഈ സമയം നമ്മുടെ ചിന്താധാരകളെ നയിക്കുന്നതും രാഹുവാണ്. രാഹു നമ്മെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നമ്മെ നയിക്കുന്നു. നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണമെന്ന് വെച്ചിട്ടായിരിക്കില്ല പല കാര്യങ്ങളും ചെയ്യുക. എങ്കിലും നമ്മൾ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്നു. അപവാദങ്ങളും പേരുദോഷങ്ങളും ഏറ്റുവാങ്ങുന്നു. രാഹു നമ്മുടെ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും രാഹു നമ്മിൽ പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുക. ഇനി അത് 7ാം ഭാവമാണെങ്കിൽ പ്രണയപരമായ പ്രശ്നങ്ങളോ ലൈംഗികപരമായ പ്രശ്നങ്ങളോ ഒക്കെ ആകാം. ഈ കാലത്ത് വളരെയധികം മനോനിയന്ത്രണം നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ വന്നു ചേരുന്ന സൗഹൃദങ്ങളെ സൂക്ഷിക്കണം. കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കരുത്. ചതിയും വഞ്ചനയും ഒക്കെ വന്നു ചേരാവുന്ന സമയമാണ്. എങ്കിലും രാഹു 3ാം ഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ 3ാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ നല്ല ഫലങ്ങളും ലഭിക്കുന്നു. സോഷ്യൽ മീഡിയ, ഇലക്ട്രോണിക്സ് മീഡിയ, ജേർണലിസം, അക്കൗണ്ടൻസി, ഏവിയേഷൻ, ബ്ലോഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽപരമായി നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. നിങ്ങൾ എഴുതുന്ന ഒരാളാണെങ്കിൽ ഈ കാലത്ത് നിങ്ങളിൽ നിന്നും സർഗാത്മകമായ സൃഷ്ടികളും ഉണ്ടാകുന്നു. എങ്കിലും ദശാനാഥനും അപകാരനാഥനും തമ്മിൽ നല്ലൊരു ബന്ധമല്ല ഉള്ളത്. അതിനാൽ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുക്കണം. രാഹുവിൻ്റെ അന്തർദശ കഴിഞ്ഞാൽ 1 വർഷവും 4 മാസവും വ്യാഴൻ്റെ അന്തർദശയാണ്. ചന്ദ്രദശയിലെ ഏറ്റവും നല്ല ഒരു കാലഘട്ടമായിരിക്കും ഇത്. ദശാനാഥനായ ചന്ദ്രൻ ഒരു ശുഭഗ്രഹമാണ്. അപകാരനാഥനായ വ്യാഴം അതിലും ശുഭനായ ഒരു ഗ്രഹമാണ്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഗജകേസരി യോഗമുണ്ടെങ്കിൽ ഈ അപകാരകാലത്ത് ആ യോഗത്തിൻ്റെ ഫലങ്ങൾ കിട്ടുന്നതാണ്. അതുപോലെ ജാതകത്തിൽ ഹംസയോഗമുള്ളവർക്കും ആ യോഗത്തിൻ്റെ ഫലങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരുന്നതാണ്. ഈ സമയം സാമ്പത്തിക നില മെച്ചപ്പെടുന്നതാണ്. തൊഴിലിൽ ഉയർച്ച, സ്ഥാനമാനങ്ങൾ, അധികാരം, പദവി, മറ്റുള്ളവരിൽ നിന്നും ആദരണീയത ഇവയൊക്കെ ലഭിക്കുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് പുതിയ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുവാനും ഉപരിപഠനങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനും ഈ അന്തർദശ സഹായിക്കുന്നതാണ്. വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ബന്ധം ഒത്തുവരുവാനും വിവാഹം തന്നെ നടക്കുവാനും ഇടയാകുന്നു. കുട്ടികൾ ഇല്ലാതിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുന്നു. മനസ്സിൽ ആത്മീയതയും ആധ്യാത്മികവുമായ ചിന്തകളും കടന്നു വരുന്നു.
തീർത്ഥയാത്രകൾ പോകുവാനുള്ള അവസരങ്ങളും ഒത്തുവരുന്നു. നിങ്ങൾ ഒരു അധ്യാപകനോ അധ്യാപികയോ ആണെങ്കിൽ തൊഴിലിൽ തൻ്റെ മികവ് തെളിയിക്കുവാനും നല്ല അധ്യാപകൻ എന്ന ബഹുമതി നേടിയെടുക്കുവാനും സാധിക്കുന്നു. വ്യാഴൻ ജാതകത്തിൽ നല്ല നിലയിൽ നിൽക്കുന്നവർക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ ലഭ്യമാകുന്നു. വ്യാഴൻ മോശമായ സ്ഥിതിയിൽ നിൽക്കുകയാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മങ്ങലേൽക്കാം. എങ്കിലും വ്യാഴൻ നമ്മെ നിരാശപ്പെടുത്തുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. വ്യാഴൻ്റെ അന്തർദശ കഴിഞ്ഞാൽ അടുത്തത് ശനിയുടെ അന്തർദശയാണ്. ശനിയുടെ അന്തർദശ കാലാവധി 1 വർഷവും 4 മാസവുമാണ്. ശനി ഒരു പാപഗ്രഹമാണ്, ഒരു കാർമിക് പ്ലാനറ്റാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടാകുന്നു. ശനിയുടെ ദശയായാലും ശനിയുടെ അന്തർദശയായാലും മുൻ ജന്മങ്ങളിലും ഈ ജന്മങ്ങളിൽ തന്നെയും നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ കണക്കുകൾ പുനഃപരിശോധിക്കുന്ന സമയമായിരിക്കും. ഇവിടെ നമ്മൾ അല്പം കരുതലോടെ ഇരിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ചെയ്ത നെഗറ്റീവ് കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടി എന്നും വരില്ല. അതുകൊണ്ട് ഈ അപകാരങ്ങളിൽ നമ്മൾ സൽക്കർമ്മങ്ങളിലൂടെയും ഈശ്വര പ്രാർത്ഥനകളിലൂടെയും കടന്നു പോകണം. ചന്ദ്രനും ശനിയും കൂടിച്ചേരുമ്പോൾ അതൊരു വിഷയോഗമാണ്. ഇത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യത്തെയും ബാധിക്കും. നമുക്ക് മൂഡ് ചേഞ്ചിങ്ങും ഈ സമയത്തുണ്ടാകുന്നു. നമ്മൾ വളരെ ഇമോഷണലായിപ്പോയി എന്നും വരാം. ഇവിടെ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണപ്രദമാണ്. ഭഗവാന് ജലധാര നടത്തുന്നതും ഉത്തമമാണ്. ശനിയുടെ അന്തർദശ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ബുധൻ്റെ അന്തർദശയാണ്. ഇത് 1 വർഷവും 5 മാസവുമാണ്. ചന്ദ്രൻ മനകാരകനും ബുധൻ ബുദ്ധിയുടെ കാരകനുമാണ്. ജാതകത്തിൽ ബുധനും ചന്ദ്രനും നല്ല നിലയിലാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കുവാനും സാധിക്കുന്നു. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. എഴുത്തുകാർക്കും നല്ല കാലഘട്ടമായിരിക്കും ഇത്. ചന്ദ്രന് ബുധൻ ശത്രുവല്ല, എന്നാൽ ബുധന് ചന്ദ്രൻ ശത്രുവാണ്. പുരാണത്തിൽ ചന്ദ്രൻ്റെ പുത്രനാണ് ബുധൻ. ചന്ദ്രന് ബൃഹസ്പതിയുടെ പത്നിയായ താരയിൽ ജനിച്ച പുത്രനാണ് ബുധൻ. ഈ ബുധനോട് കോപം തോന്നിയ ബൃഹസ്പതി ബുധനെ നീ ഒരു പുരുഷനോ സ്ത്രീയോ അല്ലാതെയായി തീരട്ടെ എന്ന് ശപിക്കുന്നു. ഈ ശാപത്തിൻ്റെ ദേഷ്യമെല്ലാം ബുധൻ ചന്ദ്രനോടാണ് തീർക്കുന്നത്. അതിനാൽ ജാതകത്തിൽ ചന്ദ്രനും ബുധനും യോഗം ചെയ്തു നിൽക്കുന്നതോ പരസ്പരം ദൃഷ്ടിയിൽ വരുന്നതോ നന്നല്ല. അത് ബുദ്ധിപരമായ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ വരുത്തിവെക്കുന്നു. ചന്ദ്രദശയിൽ ബുധൻ്റെ അന്തർദശ വരുമ്പോൾ ജാതകത്തിലെ ഇവരുടെ പൊസിഷൻ അറിഞ്ഞു വയ്ക്കണം. മോശമായ അവസ്ഥയിലാണെങ്കിൽ പരിഹാരം ചെയ്തു കൊള്ളണം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാവുകയാണെങ്കിൽ വിദ്യാബാലഗോപാല യന്ത്രം ഏലസാക്കി കുട്ടികളെ ധരിപ്പിക്കാവുന്നതാണ്. ചന്ദ്രൻ്റെ ദശയിൽ ബുധാപകാരം കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 7 മാസത്തെ കേതുവിൻ്റെ അപകാരമാണ്. കേതു ഒരു പാപഗ്രഹമാണ്. കേതുവിന് ചന്ദ്രൻ ശത്രുവുമാണ്. കേതുവും ചന്ദ്രനും ചേരുമ്പോൾ അതൊരു ഗ്രഹണയോഗമാണ്. കേതു നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളെ സൂചിപ്പിക്കുന്നു. കേതുവിൻ്റെ ദശയിലോ അപകാരങ്ങളിലോ നമ്മൾ ചെയ്ത പല കർമ്മങ്ങളുടെയും തിരിച്ചടികൾ ലഭിക്കുന്ന കാലമായിരിക്കും. കേതു വിരക്തിയുടെ കാരകനും കൂടിയാണ്. ജാതകത്തിൽ കേതു ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ പുതിയ ഒരു കാര്യത്തിനും വേണ്ടി ഒരു എഫർട്ട് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എത്ര എഫർട്ട് എടുത്താലും ഈ 7 മാസക്കാലം അതിൽ നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട. കേതുവിൻ്റെ അന്തർദശ നടക്കുമ്പോൾ മനസ്സിൽ ഈശ്വര ചിന്തയും പ്രവൃത്തിയിൽ ധാർമ്മികതയും കൊണ്ടുവരിക. പ്രാർത്ഥനകളിലും പൂജാതി കർമ്മങ്ങളിലുമൊക്കെ പങ്കെടുക്കുക. പറ്റാവുന്ന രീതിയിൽ ദാനങ്ങൾ ചെയ്യുക. പരോപകാരപ്രദമായ രീതിയിലുള്ള കർമ്മങ്ങളും ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ കഴുകിക്കളയാനും അടുത്ത് വരുന്ന 1 വർഷവും 8 മാസവും ദൈർഘ്യമുള്ള ശുക്രദശ നല്ലതാക്കി തീർക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. ചന്ദ്രനും ഒരു ശുഭഗ്രഹമാണ്. അതിനാൽ ചന്ദ്രദശയിലെ ശുക്രാപകാരം നല്ല ഫലങ്ങൾ തരാൻ സാധ്യതയേറെയാണ്. ശുക്രൻ ലൗകിക സുഖങ്ങളുടെ കാരകഗ്രഹമാണ്. ലളിതകലകൾ, വിവാഹം, വാഹനം, സമ്പത്ത്, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ജീവിത പങ്കാളി, വ്യാപാരം തുടങ്ങിയ കാര്യങ്ങളെ ശുക്രൻ സൂചിപ്പിക്കുന്നു. ജാതകത്തിൽ ശുക്രനും ചന്ദ്രനും നല്ല നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങളും പുതിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്നു. വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വിവാഹം നടക്കുവാൻ ഈ അപകാരം സഹായിക്കുന്നു. ദമ്പതിമാർക്ക് ദാമ്പത്യ സൗഖ്യം ലഭിക്കുന്നു. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുവാനും അല്ലെങ്കിൽ ഉള്ള ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തിയെടുക്കുവാനും അനുകൂലമായ സമയമാണ്. ശുക്രന് ചന്ദ്രൻ ശത്രുഗ്രഹമാണ്. അതിനാൽ ചില പ്രശ്നങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ കാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ. ചന്ദ്രൻ ഒരു സ്ത്രീഗ്രഹമാണ്. ശുക്രനും സ്ത്രീഗ്രഹമാണ്.
അപ്പോൾ ഈ കാലം 2 സ്ത്രീഗ്രഹങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ജീവിത കാലഘട്ടമായിരിക്കും നമുക്കുണ്ടായിരിക്കുന്നത്. അതിനാൽ ഇപ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവരെ ദ്രോഹിക്കുന്ന ഒരു പ്രവൃത്തികളും ചെയ്യാൻ പാടില്ല. ഇത് പുരുഷന്മാർ മാത്രമല്ല, നിങ്ങൾ ഒരു സ്ത്രീ ആയാലും ശരി തന്നെ മറ്റൊരു സ്ത്രീയെ ദ്രോഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുകയോ അവരെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് നടക്കുവാനോ പാടില്ല. അങ്ങനെ ചെയ്താൽ തിരിച്ചടികൾ ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കാലഘട്ടത്തിൽ ദേവീ രൂപങ്ങളെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ചന്ദ്രദശയിലെ ഏറ്റവും അവസാനത്തെ അപകാരം സൂര്യൻ്റെ അപകാരമാണ്. സൂര്യൻ്റെ അപകാരം 6 മാസമാണ്. ചന്ദ്രനും സൂര്യനും പരസ്പരം മിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെ നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ്. സൂര്യൻ ആത്മകാരകനും ചന്ദ്രൻ മനകാരകനുമാണല്ലോ. അപ്പോൾ ഇവിടെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ഒരു കൂടിച്ചേരലാണ് നടക്കുന്നത്. വളരെ ഉത്കൃഷ്ടമാണത്. കൂടാതെ ചന്ദ്രൻ ശരീരത്തിൻ്റെ കാരകനുമാണ്. സൂര്യനെ ശിവനായും ചന്ദ്രനെ പാർവതി ദേവിയുമായിട്ടാണ് ഉപമിക്കുന്നത്. അപ്പോഴിവിടെ അർദ്ധനാരീശ്വര സങ്കല്പം ഉത്ഭൂതമാവുകയാണ് ചെയ്യുന്നത്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പിതാവിനും മാതാവിനും നല്ല കാലമാണ്. തൊഴിൽ രംഗത്തും മറ്റ് പ്രവർത്തന മേഖലകളിലും വിജയം വരിക്കും. വൈദ്യം, റിയൽ എസ്റ്റേറ്റ്, ഹോട്ടൽ മേഖല ഈ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ജാതകത്തിൽ സൂര്യനും ചന്ദ്രനും തമ്മിൽ നല്ല ബന്ധത്തിലാണോ എന്ന് കൂടി നോക്കണം. അതിനുശേഷം മാത്രമേ ഉറപ്പിച്ചൊരു ഫലം പറയുവാൻ പാടുള്ളൂ. മാത്രമല്ല, ചന്ദ്രദശയിൽ സൂര്യൻ്റെ അപകാരകാലം ദശാസന്ധിയുടെ കാലമാണ്. ചന്ദ്രദശ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഉഗ്രമൂർത്തിയായ ചൊവ്വയുടെ ദശയാണ്. അതിനാൽ ചന്ദ്രദശ തീരുന്നതിന് മുമ്പുള്ള 3 മാസവും ചൊവ്വാദശ തുടങ്ങിയത് മുതലുള്ള 3 മാസവും ചേർന്ന് 6 മാസക്കാലം അതീവ ജാഗ്രത പാലിക്കണം. അമ്പലങ്ങളിൽ പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ നടത്തണം. ചന്ദ്രനെ കൊണ്ട് നമ്മൾ ഏറ്റവും പേടിക്കുന്ന ഒരു യോഗമാണല്ലോ കേമദ്രുമയോഗം. ഇതിനെ ദരിദ്രയോഗം എന്നും പറയുന്നു. അങ്ങനെ പറയാൻ കാരണം രാജകുലത്തിൽ ജനിച്ചവനാണെങ്കിൽ കൂടിയും ഒരു ദിവസമെങ്കിലും മറ്റൊരാളിൻ്റെ മുന്നിൽ കൈ നീട്ടേണ്ടി വരും എന്നാണ്. എന്നാൽ അതിനേക്കാൾ പ്രശ്നമായി കണ്ടുവരുന്നത് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണല്ലോ. ചന്ദ്രൻ ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രഹവുമല്ല. അതിനാൽ ജാതകത്തിൽ ഒരു വ്യക്തിയുടെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ മുന്നിലുള്ള രാശിയിലോ പിന്നിലുള്ള രാശിയിലോ പഞ്ചതാരാഗ്രഹങ്ങളായ ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി ഇവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും നിൽക്കണം. ഇല്ലെങ്കിൽ അത് കേമദ്രുമ യോഗം എന്നൊരു യോഗമാണ്. ഒറ്റപ്പെട്ടു പോയതുപോലെയുള്ള ഒരു ഫീൽ ചന്ദ്രനുണ്ടാകുന്നു. ഈ യോഗമുള്ള വ്യക്തികളിലും ഇതേ ഫീൽ തന്നെ ഉണ്ടാകുന്നു. നമ്മൾ വലിയൊരു കുടുംബത്തിലായിരിക്കും ജനിച്ചിട്ടുള്ളത് എന്ന് വയ്ക്കുക. നമുക്ക് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിങ്ങനെ നിരവധി പേർ ചുറ്റിലും ഉണ്ട് എന്നും കരുതുക. എന്നിരുന്നാൽ തന്നെയും ഇമോഷണലായി നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്ത പോലത്തെ ഒരവസ്ഥ. ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ടു പോയതുപോലെയുള്ള ഒരവസ്ഥ. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ, സ്വന്തം മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കുവാൻ ആരും ഇല്ലാത്ത പോലുള്ള ഒരവസ്ഥ. ഇത്തരം സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു. ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ഇടയിൽ ഒച്ചപ്പാടുകൾക്കും ബഹളങ്ങൾക്കും ഇടയിൽ വരുന്ന ഇടവേളകളിൽ പോലും ആരും അറിയാതെ നമ്മൾ ഏകാന്തമായൊരിടത്ത് ഇടം തേടുന്നു. കേമദ്രുമയോഗമുള്ളവർക്ക് ഒരു ദുഃഖത്തിൻ്റെ ഛായ എപ്പോഴും ഉണ്ടായിരിക്കും. മനസ്സ് ചിന്താമൂകമായിരിക്കും. ജീവിതം തന്നെ ഒരു പ്രഹേളിക പോലെ തോന്നും. ചിലർ ക്രമേണ ഡിപ്രഷനിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. ജാതകത്തിൽ ഇങ്ങനെ ഒരു യോഗം കണ്ടാൽ ഭയപ്പെടുകയല്ല വേണ്ടത്, യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഇവർ പഠിക്കാനൊക്കെ നല്ല മിടുക്ക് കാണിക്കുന്നവരും ഉയർന്ന ഡിഗ്രികൾ കരസ്ഥമാക്കുന്നവരുമൊക്കെ ആകാം. എങ്കിലും കഴിവിനനുസരിച്ചുള്ള ഒരു ജീവിത നിലവാരം കിട്ടിയില്ല എന്ന് വരാം. ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ചാരിറ്റി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവശരായവരെ സഹായിക്കുക, കഴിയുമെങ്കിൽ ദാനപ്രവൃത്തികളൊക്കെ ചെയ്തു കൊടുക്കുക. മറ്റുള്ളവരുടെ പരാതികളും ആവലാതികളും കേൾക്കുക, അറിയാവുന്ന പോംവഴികൾ പറഞ്ഞു കൊടുക്കുക. സമൂഹമായി ചെയ്യുന്ന പ്രാർത്ഥനകളിലും പൂജകളിലുമൊക്കെ പങ്കെടുക്കുക. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ കേമദ്രുമ യോഗത്തെ നിർവീര്യമാക്കാനാകും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു സഹായം ചെയ്യാനോ നിങ്ങളോട് ഒരു ആശ്വാസവാക്ക് പറയാനോ ആരും ഉണ്ടായില്ല എന്ന് വരാം. മാത്രമല്ല, പലരും നിങ്ങളെ വില കൽപ്പിച്ചില്ല എന്നും വരും. നിങ്ങളുടെ 10-1 അറിവില്ലാത്തവർക്ക് പോലും നിങ്ങളോട് ഒരു പുച്ഛം തോന്നി എന്നും വരും. നമ്മുടെ അത്ര കഴിവും പ്രാപ്തിയും ഇല്ലാത്തവരോട് പോലും മറ്റുള്ളവർ വളരെ സ്നേഹവും അടുപ്പവും ബഹുമാനവും കാണിക്കുമ്പോൾ നമ്മോട് അവർ കാണിക്കുന്ന അവഗണന നമുക്ക് സഹിക്കാൻ പറ്റാതെയും വരും. പലപ്പോഴും ആത്മാഭിമാനത്തിന് പോലും ക്ഷതം സംഭവിക്കും. ഇത്തരം സാഹചര്യമുണ്ടായാൽ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ശാന്തമായി മറ്റുള്ളവരോട് പെരുമാറുക. നമ്മോട് അടുപ്പമുള്ള കുറച്ച് പേരെങ്കിലും ഒരു സഭയിലുണ്ടാകും. അവരോട് സംസാരിച്ചിരിക്കുക.
നമ്മുടെ സേവനം ആവശ്യമുള്ളിടത്ത് പ്രയോജനപ്പെടുത്തുക. ഓരോരോ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഓടി നടന്ന് അവരെ സഹായിക്കുക. അങ്ങനെ ക്രമേണ നമ്മുടെ ഡിപ്രഷനെ ഇല്ലാതാക്കി കളയുക. ആദ്യമൊക്കെ ഇത് പ്രാവർത്തികമാക്കാൻ പാടായിരിക്കും. എന്നാൽ ക്രമേണ എല്ലാം ശീലമായിക്കൊള്ളും. സന്നദ്ധ സംഘടനകളിൽ മെമ്പർഷിപ്പ് എടുക്കുക. പണമായിട്ടല്ലെങ്കിലും ആളായിട്ടുള്ള സഹായങ്ങളെങ്കിലും ചെയ്തു കൊടുക്കുക. കഴിയുന്നതും ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കരുത്. കഴിയുന്നതും മറ്റുള്ളവരുടെ ഇടയിൽ ചെന്നിരിക്കുക. സാധാരണഗതിയിൽ വീട്ടിലുള്ളവർ നമ്മെ തഴയാറാണ് പതിവ്. അത്തരം സന്ദർഭങ്ങളിൽ ഒരു നായയെയോ പൂച്ചയോ വളർത്തുക. ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അവയുമായി ഓടുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യുക. ഇങ്ങനെ എപ്പോഴും മനസ്സിനെ ഫ്രഷാക്കി വയ്ക്കുക. ക്രമേണ നിങ്ങളുടെ കേമദ്രമ യോഗം ഡീആക്ടിവേറ്റ് ചെയ്യുന്നതായി കാണാം. പതിയെ നിങ്ങൾ ജീവിതത്തിൽ ഉയർന്നു വരികയും മറ്റുള്ളവർക്കിടയിൽ ആദരണീയമായ ഒരു സ്ഥാനം കൈയടക്കുകയും ചെയ്യും. ചന്ദ്രന് വേടൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ ഈ യോഗം നശിച്ചു പോകുന്നു. ചന്ദ്രൻ നൽകുന്ന ധാരാളം യോഗങ്ങളുണ്ട്. അനപായോഗം, സുനപായോഗം, ദുരുദുരായോഗം, ഗജകേസരി യോഗം എന്നിങ്ങനെ ധാരാളം യോഗങ്ങളുണ്ട്. ചന്ദ്രൻ ഒരു ജലഗ്രഹമാണ്. ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നത് ചന്ദ്രനാണ്. ദ്രാവക രൂപത്തിലുള്ള എല്ലാ വസ്തുക്കളെയും സൂചിപ്പിക്കുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ ഉറക്കത്തിൻ്റെ കാരകനാണ്. ചന്ദ്രന് ബലമുള്ള വ്യക്തികൾക്ക് രാത്രി നല്ല ഉറക്കം കിട്ടുന്നു. ചന്ദ്രന് ബലമില്ലെങ്കിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ചന്ദ്രന് ബലമുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ മൂഡ് അനുസരിച്ച് പെരുമാറാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. ഇവർ ആരെയും പ്രകോപിപ്പിക്കാറില്ല. അവസരമനുസരിച്ച് കാര്യങ്ങൾ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യാൻ ഇവർക്കറിയാം. ഇവരെ ത്രികാലജ്ഞാനികൾ എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും അപഗ്രഥിച്ച് വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് ചന്ദ്രന് ബലമുള്ളവരിലുണ്ടായിരിക്കും. ചന്ദ്രനും ബുധനും വൈശ്യഗ്രഹങ്ങളാണ്. അതായത് ലാഭം ഇച്ഛിക്കുന്ന ഗ്രഹങ്ങൾ. ഇവർ താൻ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും എപ്പോഴും ഒരു നേട്ടം പ്രതീക്ഷിക്കുന്നവരാണ്. ചന്ദ്രൻ സൗമ്യനാണ്, സാത്വികനാണ്, നന്മയുള്ളവനാണ്. എന്നാൽ ഈ ചന്ദ്രന് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി വീഴാൻ പാടില്ല. വീണു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ സ്വഭാവമാകെ മാറും. അപ്പോൾ നമ്മൾ ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങളൊക്കെ മാറ്റി പറയേണ്ടി വരും. ചൊവ്വയ്ക്കും ചന്ദ്രനും തമ്മിൽ ഒരു പരസ്പര ആകർഷകത്വമുണ്ട്. ഒരു സ്ത്രീയുടെ ജാതകത്തിൽ ഒരു ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്ന് കരുതുക. പുരുഷ ജാതകത്തിൽ അതേ ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ടെങ്കിൽ കാണുന്ന മാത്രയിൽ തന്നെ അവർ പരസ്പരം പ്രണയബദ്ധരായി തീരുന്നതാണ്. ഇതുപോലെ സ്ത്രീ ജാതകത്തിൽ ചൊവ്വ നിൽക്കുന്ന അതേ സ്ഥാനത്ത് പുരുഷ ജാതകത്തിൽ ചന്ദ്രൻ നിന്നാലും അവർ പ്രഥമ ദർശനത്തിൽ തന്നെ പ്രണയിച്ചു പോകുന്നവരാണ്. ചന്ദ്രൻ സൂര്യനുമായോ രാഹുകേതുക്കളുമായോ യോഗം ചെയ്യുന്നത് നന്നല്ല. ഇങ്ങനെയുള്ളവർക്ക് മനസ്സിന് ടെൻഷൻ കൂടുതലായിരിക്കും. ചന്ദ്രൻ അമ്മയെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ചന്ദ്രൻ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് അയാളുടെ അമ്മയ്ക്ക് ഒരു ബന്ധമുണ്ടായിരിക്കും. കൃഷ്ണപക്ഷമെന്നും ശുക്ലപക്ഷമെന്നും ചന്ദ്രന് 2 പക്ഷാന്തരങ്ങളുണ്ടല്ലോ. ഇതിൽ ഒരാളുടെ ജാതകത്തിൽ ഏത് ഭാവത്തിലാണോ ചന്ദ്രൻ നിൽക്കുന്നത് ആ ഭാവത്തിന് ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. ശുക്ലപക്ഷ ചന്ദ്രനാണെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി പെട്ടെന്ന് മാറും. എന്നാൽ കൃഷ്ണപക്ഷ ചന്ദ്രനാണെങ്കിൽ ആ ഇൻസ്റ്റെബിലിറ്റി ഒരു മധ്യവയസ്സ് കഴിഞ്ഞതിന് ശേഷമേ മാറുകയുള്ളൂ. രാശികൾ ചരം, സ്ഥിരം, ഉഭയം എന്നീ 3 രീതികളിലുണ്ടല്ലോ. ഇതിൽ ഉഭയരാശിയെ ഇരട്ട രാശികൾ എന്നാണ് വിളിക്കുന്നത്. ജാതകത്തിൽ ഈ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ഒന്നിൽ കൂടുതൽ വീടുകളിൽ താമസിക്കേണ്ടി വരും. അപ്പോൾ ചന്ദ്രനെക്കുറിച്ചുള്ള ഏകദേശ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്ന് കരുതുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ കൊടുത്താൽ അതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.